കർണാടകയിൽ നിന്ന് ഇന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളുണ്ട്. ഒന്ന്, കർണാടകയുടെ രാജാവ്, ബംഗളൂരുവിന്റെ സുൽത്താൻ ദൊഡ്ഡലഹള്ളി കെമ്പഗൌഡ ശിവകുമാർ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ദ കിങ് മേക്കർ. അദ്ദേഹത്തിനെ BJP പല രീതിയിൽ, അല്ലെങ്കിൽ കേന്ദ്രം പല രീതിയിൽ അദ്ദേഹത്തെ നോട്ടമിട്ടിരുന്നു. അദ്ദേഹത്തിനെതിരെ 2018 ഒരു കേസ് വന്നിരുന്നു. കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ കേസ് അദ്ദേഹത്തെ ജയിലിൽ അടക്കുകയും അദ്ദേഹത്തിന് പിന്നീട് ഡൽഹി കോടതി ജാമ്യം കൊടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നു അത്. അന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം DK ശിവകുമാർ ഒരു കാര്യം പറഞ്ഞായിരുന്നു: ഇതെന്നെ വേട്ടയാടാനുള്ള, എന്നെ BJP പാളയത്തിലേക്ക് എത്തിക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ഒരു കേസാണിത് എന്ന് അദ്ദേഹം അന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. ഇതിൽ എന്റെ നിരപരാധിത്വം ഞാൻ കോടതിയിൽ തെളിയിക്കുമെന്ന് അദ്ദേഹം പച്ചക്ക് വിളിച്ചു പറഞ്ഞിരുന്നു. ദാ ഇന്ന് സുപ്രീം കോടതി ആ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിനെ അങ്ങ് ചുരുട്ടിക്കൂട്ടി വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ദൊഡ്ഡലഹള്ളി കെമ്പഗൌഡ ശിവകുമാർ കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട വിധി. ആ കേസ് നിലനിൽക്കില്ല എന്നും അതിൽ വ്യക്തമായ തെളിവുകളില്ല എന്നും ഒരു തുമ്പുമില്ലാത്ത കേസാണ് എന്നാണ് സുപ്രീം കോടതി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കേസിന് ഇനി അങ്ങോട്ട് ഒരു നിലനിൽപ്പില്ല. ആ കേസ് കെട്ടിച്ചമച്ചു കൊണ്ടുവന്നവരൊക്കെ വായയിൽ വിരലിട്ട് നിൽക്കേണ്ട ദയനീയമായ ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. കാരണം അത്രമാത്രം DK ആ കേസ് വെച്ചുകൊണ്ട് വേട്ടയാടിയിരുന്നു. എന്നാലും ദൊഡ്ഡലഹള്ളി കെമ്പഗൌഡ ശിവകുമാർ സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ഒരു ഗംഭീര കാഴ്ച ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ക്രൈസിസ് മാനേജർ, ഹിമാചലിലെ രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കുന്നതിലൂടെ ഒടുവിലത്തെ തന്റെ കഴിവ് കാണിച്ചുകൊണ്ട് ഇപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നെഞ്ചു വിടർത്തി നിൽക്കുന്ന ഏക കോൺഗ്രസ്സുകാരൻ അത് DK ശിവകുമാറാണ്. ഒരുപക്ഷെ നാളുകളിൽ കോൺഗ്രസ് പാർട്ടി വിട്ടുപോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായേക്കാം. പക്ഷേ അക്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ പതാക നെഞ്ചിൽ കയറ്റി വെച്ചുകൊണ്ട് അവസാനം വരെ കോൺഗ്രസിന്റെ കൂടെ നിൽക്കും എന്ന് ഉറച്ചു വിശ്വസിക്കാൻ പറ്റുന്ന അടിവേരുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആർജവമുള്ള കോൺഗ്രസ്സുകാരനാണ് DK ശിവകുമാർ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്തയും കർണാടകയിൽ നിന്നാണ്. അതിത്തിരി രസകരമായ വാർത്തയാണ്. അത് രണ്ടും ലിങ്ക് ചെയ്യാൻ പറ്റുന്ന വാർത്തയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് 2022 നവംബറിൽ ഒരു പ്രതിഷേധ മാർച്ചിനിടെ പാക് അനുകൂല, പാകിസ്ഥാന് സിന്ദാബാദ് വിളിച്ചിട്ടുള്ള ഒരു വീഡിയോ കർണാടകയിൽ വൈറലായിരുന്നു. വ്യാപകമായിട്ട് ഈ വീഡിയോ വൈറലായിരുന്നു. ഒരുപാട് ഇടങ്ങളിലേക്ക് പോയ ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ വ്യാപകമായിട്ട് പ്രചരിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇതിലെ പ്രതികളെ കർണാടക പോലീസ് ഒടുവിൽ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കർണാടകയിലെ പോലീസ്, DK ശിവകുമാറിന് കീഴിലുള്ള പോലീസ്, G പരമേശ്വരയുടെ കീഴിലുള്ള പോലീസ് ആ രണ്ടുപേരെ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ രണ്ടുപേരും BJP പാർട്ടിയുടെ സജീവ പ്രവർത്തകരാണ്. അതായത് പാകിസ്ഥാന് വേണ്ടിയിട്ട് സിന്ദാബാദ് വിളിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കപ്പെട്ടിരുന്നു. ആ വീഡിയോയിൽ പാകിസ്ഥാന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ചത് കർണാടകയിലെ രണ്ട് BJP പ്രവർത്തകരാണ്. BJP പ്രവർത്തകരായിട്ടുള്ള ധനേകപുര സ്വദേശി രവി, മാണ്ഡ്യ സ്വദേശി ശിവകുമാർ ആരാധ്യ എന്നിവരാണ് അറസ്റ്റിലായ BJP പ്രവർത്തകർ. അതായത് പാകിസ്ഥാന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്നത് ആ കോൺഗ്രസിന്റെ ഭരണകാലത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഉടനീളം ഷെയർ ചെയ്യപ്പെട്ട പല വീഡിയോകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് കർണാടകയുമായി ബേസ് ചെയ്തിട്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വീഡിയോയിലെ രണ്ടുപേരെ പോലീസ് പൊക്കിയപ്പോൾ ആ രണ്ടുപേരും BJPയുടെ പ്രവർത്തകരാണ്. ഇത് ഞാൻ വെറുതെ പറയുന്ന ഒന്നുമല്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വാർത്തകളുണ്ട്. അതിൻ്റെയൊക്കെ കുറച്ച് സ്ക്രീൻഷോട്ടുകളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം. വേണമെങ്കിൽ ലിങ്കിൽ അതിൻ്റെ നാഷണൽ മീഡിയസിലൊക്കെ വന്നിട്ടുള്ള വാർത്തകളും കൊടുക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ 8 നിലയിൽ പൊട്ടിപ്പോകുന്നു. കാരണം കർണാടകയിലെ BJPയുടെ ഏക ടാർഗറ്റ് എന്ന് പറയുന്നത് DK ശിവകുമാറാണ്. എത്ര കോടി ഓഫർ ചെയ്താലും, എത്ര സ്ഥാനമാനങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും DK വിലക്ക് വാങ്ങാൻ പറ്റില്ല എന്നുള്ളത് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റി. നോക്കൂ, ഇപ്പോ അശോക് ചവാൻ, അജിത് പവാർ, എന്താണ് ഇവരൊക്കെ BJP പാളയത്തിലേക്ക് പോയത്?
അജിത് പവാറൊക്കെ BJP പാളയത്തിലേക്ക് പോയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയാൾക്കെതിരെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ കേസ് ഉണ്ടായിരുന്നു. അതിപ്പോ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതിൽ അജിത് പവാറിന് ക്ലീൻ ചീറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ എന്താ, ഈ കേസുകളെ ഭയന്നുകൊണ്ട് ജയിലിൽ കിടക്കേണ്ടി വരുമെന്നുള്ള ഭയം കൊണ്ട് പലരും പാർട്ടി വിട്ടുപോകുന്നു എന്നുള്ളതാണ്. പക്ഷെ അത്തരത്തിലുള്ള പ്രതിസന്ധി തന്റെ മുന്നിൽ ഉണ്ടായിട്ട് പോലും DK ശിവകുമാർ ഒരു ഇഞ്ച് പിന്നോട്ട് പോയില്ല. അതേ അകത്തേക്ക് പോകാൻ താൻ പരിപൂർണ്ണ നിരപരാധി എന്ന് ഇന്ന് സുപ്രീം കോടതി പറയാം. 6 വർഷങ്ങൾക്ക് ശേഷമാണ് സുപ്രീം കോടതി പറയുന്നത്. പക്ഷെ അന്ന് അദ്ദേഹം ജയിലിൽ കിടന്നു, BJPയോടൊപ്പം പോയില്ല. തന്റെ പാർട്ടിക്കകത്ത് തനിക്കെതിരെ ദേശീയ തലത്തിൽ അടക്കം DKയെ ഒതുക്കാനുള്ള ശ്രമം നടന്നപ്പോഴും പ്രസ്ഥാനത്തോടുള്ള കൂറിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു പ്രതിഭാസം എന്ന് DK ശിവകുമാറിനെ വിശേഷിപ്പിക്കുന്നത്. പ്രതിസന്ധിയുടെ വഴികളിലൂടെ കടന്നു വന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ക്രൈസിസ് മാനേജർ എന്നുള്ള പദവി നേടി ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അമിത്ഷയെ അടക്കം വെല്ലാൻ പറ്റുന്ന രാഷ്ട്രീയ തന്ത്രം കൈവശമുള്ള ഒരു രാഷ്ട്രീയ ചാണക്യൻ തന്നെയാണ് ദൊഡ്ഡലഹള്ളി കെമ്പഗൌഡ ശിവകുമാർ. 2 വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ കർണാടക രാഷ്ട്രീയത്തിലൂടെ പുറത്തു വരുമ്പോൾ ഈ 2 വാർത്തകളും കോൺഗ്രസിന് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു വലിയ നേട്ടം കൊയ്തെടുക്കാനുള്ള സാധ്യതകൾ വിളിച്ചോതുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റമൊന്നും ഉണ്ടാക്കാൻ കോൺഗ്രസിന് നിലവിൽ സാധിക്കില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പ്രതീക്ഷകളൊന്നും വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അവസാന ഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ മാജിക് സംഭവിച്ചാലല്ലാതെ ദേശീയ തലത്തിൽ ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഇന്ത്യ മുന്നണിക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള സംശയമാണ്. പക്ഷെ ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് ശക്തമായ വേരുണ്ട്. ആ വേര് ഉറച്ചു നിൽക്കുന്ന വേരാണ് DKയെ പോലെയുള്ള, അതുപോലെ തന്നെ രേവന്ത് റെഡ്ഡിയെ പോലെയുള്ള, അതുപോലെ തന്നെ ഒരുപാട് നേതാക്കന്മാർ ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് ശക്തി പകരാൻ വേണ്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 2 നേതാക്കന്മാരുടെ കർണാടകയിൽ മറ്റൊരു പ്രഗത്ഭനായ നേതാവ് സിദ്ധരാമയ്യാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയാതിരിക്കുന്നതാണോ? കാരണം അത്രയും പ്രഗത്ഭനായ നേതാവാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ കോൺഗ്രസിന് വ്യക്തമായ വേരുണ്ട്, അവിടെ വ്യക്തമായി പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. DMKയുടെ കൂടെയാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും ദക്ഷിണേന്ത്യയിൽ സെറ്റായി നിൽക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഉത്തരേന്ത്യയുടെ അവസ്ഥ അതീവ ദയനീയമാണ്. എങ്കിൽ പോലും DK ശിവകുമാറിനെ പോലെയുള്ള ഒരു നേതാവ് AICCയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് വന്നാൽ മാത്രമേ ഇനി എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം കോൺഗ്രസിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. എന്തായാലും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥന. അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സംഭവിച്ച അത്ഭുതങ്ങളൊക്കെ നമുക്കറിയാം. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വലിയ രീതിയിലുള്ള പരാജയം ഏറ്റുവാങ്ങിയ ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്. പിന്നീട് വലിയ രീതിയിൽ തിരിച്ചു വരികയും പിന്നീട് അതിനുശേഷം കയ്യിൽ നിന്ന് ഭരണം പോവുകയൊക്കെ ചെയ്തിട്ട് 2004 ഒരു വലിയ പ്രതിസന്ധി നേരിടുകയും 9 തിരിച്ചു വരികയും ചെയ്ത ഒരു കോൺഗ്രസിന്റെ UPA ഭരണകാലഘട്ടം നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പം പിന്നീട് BJP വന്നു. BJP അതേപോലെ അവരുടെ സീറ്റിന്റെ എണ്ണം കൂട്ടി പോയി എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ നിലവിൽ ഒരു അനുകൂല സാഹചര്യം BJPക്ക് രാജ്യത്തുണ്ട്. മതപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയം അവര് മുന്നോട്ട് വെച്ചതിന്റെ പേരിലാണ് എന്നുള്ളത് അവർ പോലും തള്ളിക്കളയാത്ത ഒരു പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും അവർക്ക് അനുകൂല ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ടാകുമ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു അട്ടിമറി വിജയം നേടുക എന്നൊക്കെ പറയുന്നത് വലിയ പ്രയാസമാണ്. അങ്ങനെ നേടിക്കഴിഞ്ഞാൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇക്കാലം എത്രയും നമ്മൾ കേട്ട ചരിത്ര താളുകളിലെ അട്ടിമറി വിജയങ്ങളൊക്കെ വെല്ലുന്ന ഒരു വിജയമായിരിക്കും. പക്ഷെ അത് സംഭവിക്കാൻ വളരെ വളരെ സാധ്യത കുറവാണ്. പക്ഷേ അങ്ങനെ സംഭവിക്കണം എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ മതേതര വിശ്വാസികളുടെ പ്രാർത്ഥന. ന്യൂസ് ഡെസ്ക് പബ്ലിക്.